വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ. ജോലി വാഗ്ദാനത്തിൽ പണം നൽകി വഞ്ചിക്കപ്പെട്ട കൂടുതൽ പേര് രംഗത്ത്. IC ബാലകൃഷ്ണന്റെയും NM വിജയന്റെയും ഉറപ്പിൽ അർബൻ ബാങ്കിൽ മകന്റെ ജോലിക്കായി ബത്തേരി കോളിയാട് ഐസക് തോമച്ചാലിന് നഷ്ടമായത് 17 ലക്ഷം രൂപയാണ്. വയനാട്ടിൽ നിന്ന് രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട്ടിൽ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെയും അതേപോലെ DCC നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ആരോപണം ഉയരുന്നതിനിടെയാണ് ഈ ജോലി തട്ടിപ്പുമായി വാഗ്ദാനത്തിൽ കുടുങ്ങി വഞ്ചിക്കപ്പെട്ട കോളിയാടി സ്വദേശി ഐസക് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹത്തിന്റെ മകന് ജോലി വാഗ്ദാനം നൽകി 17 ലക്ഷം രൂപയാണ് ഇദ്ദേഹം NM വിജയൻ മുഖേന നൽകിയത്. ഇത്തരത്തിൽ അദ്ദേഹം നമ്മളോട് ചേരുകയാണ്. ഐസകേട്ട, പണവും പോയി ജോലിയും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ. ഏത് തരത്തിലാണ് ഇപ്പൊ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത്? ഈ NM വിജയന്റെ ഒരു അറിവോട് കൂടി തന്നെയാണോ ഇത്തരത്തിൽ പണമൊക്കെ കൈമാറുന്നത്? NM വിജയന്റെ പൂർണ്ണ അറിവോടെയാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. എല്ലാ പൈസയും 1 മുതൽ UAS TZ വരെയുള്ള എല്ലാ പൈസകളും കൊടുക്കുന്നത് മുഴുവനും NM വിജയനും മുഴുവൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. NM വിജയനും കൂടി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. എന്നെ കൊടുക്കാൻ പറഞ്ഞതും NM വിജയനാണ്. CT കൊടുക്കാൻ പറഞ്ഞത്. ഇത്തരത്തിൽ അർബൻ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് പണം വാങ്ങിയത്. അതായത് 17 ലക്ഷം കൊടുത്തിട്ട് എത്ര കിട്ടി? അതിൽ 8,60,60,000 രൂപ തിരിച്ചു തന്നിട്ടുണ്ട്. അത് ആദ്യം കൊടുത്തിരിക്കുന്ന ICC ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിലേക്ക് ജോലി തരാമെന്നാണ് CT ചെന്നാലും പ്രേമനും കൂടി എന്നെ സമീപിച്ചു. പിന്നെ 2016 തൊട്ടാണ് ഈ അർബൻ ബാങ്കിലേക്ക് ജോലി അവർക്ക് കിട്ടാണ്ട് വന്നപ്പോഴാണ് ഇതിലേക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ബാക്കി പൈസ കൂടി പരിപാടിക്കുന്നത് NM വിജയന്റെ ഗ്രോപ്പിൽ പഠിക്കുന്നത്. സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ഒരു കർഷകനാണ്. വളരെ മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച ഒരു പൈസയാണ് പോയത്. 1 രൂപ പോലും വേറെ ഒരു കച്ചവടം ചെയ്തിട്ടോ ബിസിനസ് ഒന്നും തട്ടിപ്പൊട്ടി ഉണ്ടാക്കിയിട്ടില്ല. ഈ മണ്ണിൽ കളച്ചുണ്ടാക്കിയ നെല്ല് കൃഷി ചെയ്ത് വയലിലും പറമ്പിലും അടുപ്പാടത്തും പണിയെടുത്തതിൻ്റെ ഓരോ പൈസയിലും അതിൻ്റെ വേർപ്പുള്ളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കണിശമായി പറഞ്ഞു, ഇങ്ങനെ പൈസ മേടിച്ചവർ ആരും അനുഭവിച്ചു സ്വന്തമായിട്ട് മക്കൾക്ക് അനന്തരാവകാശം പോലും അനുഭവിക്കാൻ കിട്ടൂല, കൊടുക്കാൻ കഴിയില്ല, ദൈവം അനുവദിക്കില്ല. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചാലും ചാനൽ അനുഭവിച്ചാലും ഞാൻ ദൈവം അനുവദിക്കില്ല. കാരണം അത്രയും ത്യാഗം വെച്ച പൈസയാണ്, അത്രയും കാത്തിരിപ്പിൻ്റെ പൈസയാണ്. അപ്പോൾ നീണ്ട 11 വർഷമാണ് നാളെ 6 മാസം 3 മാസം ഈ പറഞ്ഞവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ മനുഷ്യൻ ഇത്രയധികം കളിപ്പിച്ച ഒരു സംഭവം എനിക്ക് വേറെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഇതിലൊക്കെ മുഖ്യധാരയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ പ്രേമൻ, UK പ്രേമൻ ആണ് ഏറ്റവും കൂടുതൽ. ഇയാളിവിടെ പഞ്ചായത്തിൽ മെമ്പറാണ്. ഇയാൾ പോയതിൻ്റെ അത്രയും ദിവസം ഏകദേശം അത്രയും ദിവസം ഞാൻ പോയി ഞാൻ ഇയാളെ കാണാൻ വേണ്ടി അത്രയും നടത്തിയിട്ടുണ്ട്. കാരണം പല രീതിയിലും പറഞ്ഞു, ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ടായാലും ജോലി കിട്ടിയിട്ടവൻ. ഇപ്പോൾ രണ്ടുമില്ല. ഇത്തരത്തിൽ ഈ IC ബാലകൃഷ്ണൻ ഇതൊരു അറിവോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ IC ബാലനെ സമീപിച്ചിരുന്നത്. 3 അല്ല കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ PA വരെ കണ്ടു, PA വരെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് മുകളിലോട്ട് എത്തിയിട്ടില്ല. സിദ്ദീഖിനെ കാണാൻ പോയി, സിദ്ദീഖിനെ കണ്ടില്ല, PA വരെ കണ്ടു. മുകളിലേക്കൊന്നും കാണാൻ നമുക്കൊന്നും ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും നേരിട്ട് അങ്ങനെ നമ്മളൊരു കാര്യം ഓടി പോയിട്ടൊക്കെ പറയാൻ പറ്റില്ല, വഴിക്കൊന്നും വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഫ്രീ ടൈം കിട്ടണ്ടേ? ഇവർ 4 പേര് കൂടുമ്പോൾ ഒരു സമയം നമുക്കൊരു 5 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? അങ്ങനെ കിട്ടൂല, കണ്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എഴുത്ത് മുഖേന സ്ഥിതിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, മറുപടി തന്നില്ല. പിന്നെ ICനെ കാണാൻ വേണ്ടി PA കണ്ടു, മുകളിലേക്ക് വിട്ടിട്ടില്ല. അത് അവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. പിന്നെ കോൺഗ്രസിൻ്റെ ഏകദേശം എല്ലാവർക്കും അറിയാം ഈ കഥകളൊക്കെ. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്. NM വിജയൻ മരണപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഈ പണം നഷ്ടപ്പെട്ടു, തിരികെ നൽകാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ പോലീസിന്റെ അന്വേഷണം സഹകരിച്ച് പരാതി നൽകാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അത് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ആ കാര്യങ്ങളിൽ പെട്ടെന്ന് എടുത്തത് എല്ലാ കാര്യത്തിനും ഓടി ചാടി പറയുമ്പോൾ പിന്നീടും വരുന്ന ഭവിഷ്യത്തിലും കുറേ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. പഴയക്കാരായിട്ടും മക്കളായിട്ടോ കുടുംബമായിട്ടോ അല്ലെങ്കിൽ മറ്റു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ കൂടി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം. എന്തായാലും ദീർഘകാലം കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇത്തരം DCC നേതൃത്വത്തെ വിശ്വാസമുണ്ട് ഇങ്ങനെ ഈ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നു? DCCയിൽ ആർക്കും ഉത്തരവാദിത്തമുള്ളേ നേതൃത്വം വിട്ട് കഴിഞ്ഞാൽ DCC കോൺഗ്രസിന്റെ സമയത്തൊന്നും മോൾ പദവിയിലുണ്ടെങ്കിൽ അവർക്ക് അധികാരമുണ്ട്. താഴെട്ടിറങ്ങിയവർ ഒത്തുണ്ടാവില്ല, പ്രശ്നപ്പെട്ട അവർക്കൊന്നും വലിയ മൈൻഡൊന്നും അവരെയില്ല. അവരൊരു സഹായം പോലും കിട്ടില്ല, ഒരു വാക്കുപോലും പ്രവർത്തിയിലും കിട്ടില്ല. പറയുമ്പോൾ വലിയ വായന നോക്കണം, സ്റ്റേജിൽ മാത്രമേ അറിയുള്ളൂ, നേരിട്ട് ഒന്നും ചെയ്യില്ല. വലിയ സ്വപ്നമായിരുന്നു മകനൊരു ജോലി എന്നത്. ആ സ്വപ്നമാണില്ല വെച്ചാൽ ഈ യൗവനം മുഴുവനും ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. ഈ യൗവനം ചെറുപ്പം മുതൽ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ KSU തുടങ്ങി ഇന്നേ വരെ ഈ കോൺഗ്രസിന് വേണ്ടി